കിച്ചു, ഞാൻ നിന്റെ റൂമിൽ ഒരു കവർ വെച്ചിട്ടുണ്ട്. അതിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി വാ. നമുക്ക് ഒരിടം വരെ പോകണം. സോപാനത്തിൽ തൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു കൊണ്ട് വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന കൃഷ്ണയുടെ തലയിൽ തഴുകിക്കൊണ്ട് കാശി സൗമ്യമായി പറഞ്ഞു. ഞാൻ എവിടേക്കും വരുന്നില്ല ഏട്ടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനാ എനിക്കിപ്പോൾ ഇഷ്ടം. ഇവിടെ ഇരിക്കുമ്പോൾ അമ്മയും അച്ഛയും മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ഒപ്പമുള്ളതുപോലെ ഒരു തോന്നലായി എപ്പോഴും. എനിക്കത് മതി, എവിടേക്കും പോകണ്ട. പറയുന്നതിനൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. എന്തായത് കിച്ചു? അവർ നമ്മളെ വിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ഇല്ലേ? പിന്നെന്തിനാ മോളെ ഈ സങ്കടം? ഇപ്പോൾ നീ എനിക്കൊപ്പം വരാതിരുന്നാലാ അവർക്ക് സങ്കടമാകുന്നത്. അതുകൊണ്ട് മോള് വേഗം പോയി റെഡിയായി വാ, ചെല്ല്. എവിടേക്കാ ഏട്ടാ? അവൾ മടിയോടുകൂടി ചോദിച്ചു. എല്ലാം പറയാം, മോളിപ്പോൾ പോയി റെഡിയാവ്. കാശിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണ റൂമിലേക്ക് പോയി. അവൻ ബെഡിൽ വെച്ചിരുന്ന കസവ് സാരിയും എടുത്തണഞ്ഞ് അതിന് ചേരുന്ന നിറത്തിലുള്ള കുപ്പിവളകൾ 2 കൈകളിലും ഇട്ടു. കാതിലൊരു കുഞ്ഞു ജിമിക്കിയും കഴുത്തിലൊരു ചെറിയ ചെയിനും ഇട്ട ശേഷം അവൾ കൺമഷി കൊണ്ട് കണ്ണുകൾ നീട്ടി വരച്ചു. നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും വെച്ച് 2 സൈഡിൽ നിന്നും മുടി ചീകി കുളിപ്പിന്നൽ കെട്ടിയിട്ടു. ശേഷം അവൾ ബെഡിലേക്ക് തിരിഞ്ഞു നോക്കി. ഡ്രസ്സിനൊപ്പം കാശി വെച്ചിരുന്ന മുല്ലപ്പൂവ് അവൾ ഒരു മടിയോടെ കയ്യിലേക്കെടുത്തു. ഈ ഏട്ടൻ ഇതെന്താ പറ്റിയത്? എന്നെക്കൊണ്ട് എന്തിനാണാവോ ഈ കോലം കെട്ടിക്കുന്നത്? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ കയ്യിലുണ്ടായിരുന്ന പൂവ് വിടർത്തിയിട്ട മുടിയിലേക്ക് പിൻ ചെയ്തു വെച്ചു. എല്ലാം കഴിഞ്ഞ് അവൾ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. നടുമുറ്റത്തടുത്ത് തൂണിൽ ചാരി അവളെ കാത്തുന്ന പോലെ നിൽപ്പുണ്ട് കാശി. ചുവന്ന നിറത്തിലുള്ള ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് അവന്റെ വേഷം. എന്താ ഇത് ഏട്ടാ? നമ്മൾ എവിടേക്കാ പോകുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറഞ്ഞത്? കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. പറയാം മോളെ, എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഏട്ടന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. ഇപ്പോൾ എന്നോട് ഒന്നും ചോദിക്കരുത്. എല്ലാം നിനക്ക് താനെ മനസ്സിലാവും. കൂടുതലൊന്നും പറയാതെ കാശി അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൻ ആദ്യം പോയത് അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്ക് മുന്നിലേക്കാണ്. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കും മോളെ, കൃഷ്ണയുടെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് കാശി പറഞ്ഞു. അവന്റെ ഓരോ പ്രവൃത്തികളും അവൾ സംശയത്തോടെ വീക്ഷിച്ചു. തന്റെ ഏട്ടൻ തനിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിൽ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ അനുസരിച്ചു. അവൻ പറഞ്ഞതുപോലെ അവൾ കാര്യം അറിയാതെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി. പോകാം. കാശിയുടെ ചോദ്യത്തിന് യാന്ത്രികമായി തന്നെ അവൾ തലയനക്കി. കാശിയുടെ വണ്ടി വന്നു നിന്നത് ഒരു ക്ഷേത്രമുറ്റത്താണ്. അവൻ കണ്ണു കാണിച്ചപ്പോൾ കൃഷ്ണ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വണ്ടി പാർക്ക് ചെയ്ത് കാശി തിരിച്ചു വരുന്നത് വരെ കൃഷ്ണ അവിടെ തന്നെ അവനെ കാത്തു നിന്നു. വാ. അവളുടെ കൈയും പിടിച്ച് അവൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. തിരുനടയിൽ മഹാദേവന്റെ തേജസാർന്ന വിഗ്രഹത്തിലേക്ക് കണ്ണു നട്ട് കൈകൾ കൂപ്പി അവർ ഇരുവരും കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണ തന്റെ 2 കണ്ണുകളും മുറുകെ അടച്ചുകൊണ്ട് വിതുമ്പി. അടുത്ത നിമിഷം കഴുത്തിലൂടെ എന്തോ ഇഴയുന്നതറിഞ്ഞ് അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു ഞെട്ടലോടെ അവൾ തന്റെ കഴുത്തിലേക്ക് നോക്കി. താലി. അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. അവളുടെ കഴുത്തിൽ ചാർത്തിയ മഞ്ഞച്ചരടിനെ 3 തവണ കെട്ടിമുറുക്കിക്കൊണ്ട് ജോയൽ അവളുടെ പിറകിൽ നിന്ന് അവളുടെ വലതു സൈഡിലേക്ക് വന്നു നിന്നുകൊണ്ട് തിരുനടയിലേക്ക് നോക്കി കൈകൾ കൂപ്പി. കൃഷ്ണ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ജോയലിനെ തല ചരിച്ചു നോക്കി. ശേഷം കഴുത്തിൽ അവൻ ചാർത്തിയ താലിയിലേക്ക്. നടയിൽ നിന്ന് തിരുമേനി കൊണ്ടുവന്ന താലത്തിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവൻ അവളുടെ സീമന്തരേഖ ചുമപ്പിച്ചു. കാശി കയ്യിലേക്ക് വെച്ചു കൊടുത്ത ഹാരം അവൾ യാന്ത്രികമായി തന്നെ ജോയലിന്റെ കഴുത്തിൽ അണിഞ്ഞു. അവൻ തിരിച്ചു. ഈ സമയമത്രയും ഒരു പ്രതിമ കണക്കെ ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു കൃഷ്ണ. നിന്റെ ജാതകദോഷമൊന്നും കുരിശിങ്കലിലെ ജോയൽ ജോണിന് ഒരു പ്രശ്നമല്ല പെണ്ണേ. കാതോരം പതിഞ്ഞ ചൂട് നിശ്വാസത്തിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കൃഷ്ണ ജോയലിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ പകച്ചുകൊണ്ടുള്ള നോട്ടത്തിന് കണ്ണുകൾ ചിമ്മി ഒരു പുഞ്ചിരിയായിരുന്നു ജോയലിന്റെ മറുപടി. അവന് പിറകിലായി തന്നെ കാശിക്കൊപ്പം ജെസിയും നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണയുടെ കവിളുകൾ പരിഭവത്താൽ വീർത്തു. അവൾ അവരിൽ നിന്നും നോട്ടം വെട്ടിച്ച് വേഗത്തിൽ ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങി. പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ ജെസി അവൾക്ക് പിറകെ പുറത്തേക്കിറങ്ങി. കിച്ചു. പിറകിൽ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് ജെസി അവളുടെ തോളിൽ കൈവച്ചു. അവളുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് കൃഷ്ണ ജെസിയെ ദേഷ്യത്തോടെ നോക്കി. കൃഷ്ണയുടെ നോട്ടത്തിൽ ജെസി അറിയാതെ തലതാഴ്ത്തി. സോറി കിച്ചു, ഈ ഒരു സാഹചര്യത്തിൽ നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ടാ എല്ലാം രഹസ്യമായി ചെയ്തത്. നിന്നെ ഇനി ഒറ്റയ്ക്ക് മനയിൽ നിർത്താൻ കഴിയില്ലെന്ന് നാഥ് പറഞ്ഞപ്പോൾ ഇച്ചായന് വേറെ വഴിയില്ലായിരുന്നടി. അതുകൊണ്ടാ ഞാനും ഇതിന് കൂട്ടുനിന്നത്. എന്നോട് ക്ഷമിക്കടി. ജെസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത നിമിഷം കൃഷ്ണ അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് ജോയലും കാശിയും പുറത്തേക്ക് വരുന്നത്. അവരുടെ ചുണ്ടുകൾ പുഞ്ചിരി വിരിഞ്ഞു. കാശി അവർക്കടുത്തേക്ക് ചെന്ന് കൃഷ്ണയുടെ കയ്യിൽ പിടിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ജോയിച്ച, ഈ തിരുനടയിൽ മഹാദേവനെ സാക്ഷി നിർത്തി ഞാൻ ഏൽപ്പിക്കുക എൻ്റെ മോളെ.
നിന്റെ കൈകളിൽ. നോക്കിക്കൊള്ളണേടാ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കൃഷ്ണയുടെ വലതുകരം ജോയലിന്റെ കൈകളിലേക്ക് വച്ചുകൊടുത്ത് കാശി. ജോയലിന്റെ ശരീരത്തിൽ ജീവന്റെ അവസാന തുടുപ്പ് നിലയ്ക്കും വരെയും കൃഷ്ണ പല്ലവിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല കാശി. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. കൃഷ്ണയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ജോയൽ ഉറപ്പോടെ പറഞ്ഞു. കാശി അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം ഷെർലിയെ കാണിക്കുന്ന തിരക്കിലാണ് ജോൺ. അങ്ങനെ ആ ചടങ്ങും മംഗളമായി കഴിഞ്ഞു അല്ലേടോ? അതൊന്ന് നേരിട്ട് കാണാൻ കഴിയാത്തതിലുള്ള സങ്കടമേ ഉള്ളൂ ഇപ്പോൾ, ജോൺ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. നേരിട്ട് കണ്ടില്ലെങ്കിൽ എന്നതാ ഇച്ചായ? ചന്ദ്രേട്ടന് ഇച്ചായം കൊടുത്ത വാക്ക് പാലിച്ചില്ലേ? നമ്മുടെ മോന്റെ നല്ല പാതിയാക്കിയില്ലേ കിച്ചുമോളെ? അത് മതി ആ ആത്മാക്കൾക്ക് ഈ ജന്മം മോക്ഷം കിട്ടാൻ. ഷെർലി ഒരു നിമിഷം സുഭദ്രയെയും ചന്ദ്രനെയും ഓർത്തുപോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ആ പാവം പെണ്ണിനെ കൈവിടാതിരുന്നാൽ മതി നമ്മുടെ പുന്നാര മോൻ. അങ്ങനെ ചെയ്താൽ കർത്താവ് പൊറുക്കയില്ല അവനോട്. ഈ ജന്മം ഞാനും പൊറുക്കൂല അവനോട്. ജോൺ ആദിയോടെ പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ചായ, എല്ലാം നന്നായി തന്നെ അവസാനിക്കും. ഷേർലിയുടെ വാക്കുകളിൽ ഉള്ളിൽ ആശ്വാസം പടരുന്നത് ജോൺ അറിഞ്ഞു. മനസ്സിലെ അനാവശ്യ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ജോൺ തിരികെ ഓഫീസിലേക്ക് മടങ്ങി. വിവാഹം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് അവർ നേരെ പോയത് രജിസ്റ്റർ ഓഫീസിലേക്കാണ്. അവിടെ പോയി കല്യാണം രജിസ്റ്റർ ചെയ്ത ശേഷം അവർ കാശി കൃഷ്ണയ്ക്ക് വേണ്ടി വാങ്ങിയ ഫ്ലാറ്റിലേക്ക് പോയി. ഇനി മുതൽ നീ ഇവിടെ നിന്നാ മതി മോളെ, നിനക്ക് കാവലായി ജോയിച്ചനുണ്ടാവും. കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി അവളുടെ നെറ്റിൽ ചുണ്ട് ചേർത്തു. കാശി, നീ ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചോ? പോകണം ചോദിച്ചാ, ഇല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാൻ പോലും ആരുമില്ല. ഏട്ടാ, ജോയലിനോട് പറഞ്ഞുകൊണ്ട് പോകാനിറങ്ങിയ കാശിയുടെ കൈകളിൽ കൃഷ്ണ മുറുകെ പിടിച്ചു. ഒറ്റയ്ക്കാക്കിയതല്ല മോളെ, നീ ഇപ്പോൾ ഒരു ഭാര്യയാണ്. ഏറ്റവും സുരക്ഷിതമായ കൈകൾ നിന്നെ ഏൽപ്പിച്ച ആശ്വാസത്തിലാണ് ഏട്ടൻ ഇപ്പോൾ. ഇനി എനിക്ക് സമാധാനമായി ഉറങ്ങാം. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ വരിഞ്ഞു മുറുക്കി കൃഷ്ണ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. കണ്ടുനിന്ന ജോയലിന്റെയും ജെസ്സിയുടെയും കണ്ണുകൾ പോലും ആ കാഴ്ചയിൽ നിറഞ്ഞുപോയി. കരയില്ലേ മോളെ, ഞാൻ ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. ഏട്ടൻ വന്ന് കണ്ടോളാം. എൻ്റെ മോള് സന്തോഷമായി ഇരിക്കുന്നത് കണ്ടാൽ മതി ഏട്ടന്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് കാശി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ജോയലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഞാനും ഇറങ്ങുക അയച്ചായ, നേരം വൈകി. ഇന്നെന്നെ വല്യപ്പച്ചൻ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തണമെന്ന് പറഞ്ഞതാ. പോട്ടെ കിച്ചു. കാശിക്കൊപ്പം ജെസ്സിയും അവിടെ നിന്ന് പോയി. അവർ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്ന കൃഷ്ണ കഴുത്തിൽ പതിഞ്ഞ ചൂട് നിശ്വാസത്തിൽ പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ജോയൽ കൃഷ്ണയെ വലിച്ചു നെഞ്ചോട് ചേർത്തുകൊണ്ട് കൈയെത്തിച്ച് ഡോറടച്ചിരുന്നു. എന്തായത് ജോ, എന്നെ വിട്. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജോയലിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കൃഷ്ണ കുതറി. എന്തിന്? ഞാൻ എന്തിനാ നിന്നെ വിടുന്നത്? നീ ഇപ്പോൾ എൻ്റെ അല്ലേ? അവൻ്റെ വാക്കുകളിൽ ചുണ്ടിൽ ചെറുചിരി മിന്നിയെങ്കിലും അവളത് സമർത്ഥമായി മറച്ചുവെച്ചു. അതുകൊണ്ടെന്താ? നീ മാറിയേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. കൃഷ്ണ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി. അതെയോ? എന്നാ ശരി, വാ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. നിന്റെ എല്ലാ ക്ഷീണവും ഞാൻ മാറ്റിത്തരാം. പറയുന്നതിനൊപ്പം അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് അവൻ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിമുറുക്കി. ജോ, അവൾ വികാരത്തോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ഇങ്ങനെയൊക്കെ ശബ്ദമുണ്ടാക്കി എൻ്റെ കൺട്രോൾ കളയല്ലേ പെണ്ണെ. ജോയൽ അവളുടെ കാതോരം കാറ്റുപോലെ മൊഴിഞ്ഞു. അയ്യേ, മിണ്ടാതിരിക്കുക ജോ, അവൾ അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. എന്ത് മിണ്ടാതിരിക്കാൻ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, നമുക്കത് ആഘോഷിക്കണ്ടേ? ജോയൽ ഒരു കുസൃതിച്ചിരിയോടെ ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ കാതിൻ മുമ്പിൽ മെല്ലെ നുണഞ്ഞു വിട്ടു. കൃഷ്ണയുടെ കണ്ണുകൾ മെല്ലെ കൂമ്പിയടഞ്ഞു. വേണ്ട ജോ, തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്? ആരും അറിയാതെ നടന്ന വിവാഹമാണ് നമ്മുടേത്. അത് തന്നെ വലിയ തെറ്റാണ്. അതിനൊപ്പം ഇതും കൂടി വേണ്ട. എല്ലാം ഒന്ന് നേരെയായിട്ട് പോരെ നമ്മുടെ ഒന്നുചേരൽ? കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യങ്ങൾ അറിയുമ്പോഴുള്ള ജോയലിന്റെ പ്രതികരണം ഓർക്കുന്തോറും അവളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി. എന്ത് തെറ്റ്? ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തതല്ലേ കൃഷ്ണ. ഇനിയും എനിക്ക് കഴിയില്ല. ഇപ്പോൾ നീ എൻ്റെ സ്വന്തമാണ്. അതുപോലെ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ സ്വന്തമാകണം. അതെൻ്റെ അവകാശമാണ്. നിന്റെ മേലുള്ള ഭർത്താവെന്ന അധികാരത്തിൽ തന്നെ പറഞ്ഞതാണെന്ന് കൂട്ടിക്കോ. ജോയലിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. പിന്നീട് കൃഷ്ണയ്ക്ക് അവനെ തടയാൻ തോന്നിയില്ല. അവൾ മൗനമായി സമ്മതമറിയിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ജോയൽ അവളെ രണ്ട് കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിലും ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. കണ്ണിൽ നിന്ന് മൂക്കിൻ തുമ്പിലെ അവൻ്റെ പ്രിയപ്പെട്ട നീലക്കൽ മൂക്കുത്തിയിലേക്ക് ചുണ്ടുകൾ എത്തിയതും അവൻ നാവുകൊണ്ട് മൂക്കുത്തിയെ ചുഴറ്റി വലിച്ചുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ ഓരോ പ്രവൃത്തിക്കുമനുസരിച്ച് കൃഷ്ണയുടെ നിശ്വാസങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. മൂക്കിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുവന്നു തൊടുത്ത കവിൾത്തടങ്ങളിലും കാതിൻ തുമ്പുകളിലും പതിഞ്ഞു. അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവൾ വികാരത്തോടെ പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവളുടെ മേൽചുണ്ടിലേക്ക് ആവേശത്തോടെ അവൻ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു.
അവളുടെ ചുണ്ടുകൾ കാറ്റിന് പോലും കടക്കാൻ ഇടയില്ലാത്ത വിധം അവൻ തന്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞു. അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. അതിനൊപ്പം അവന്റെ കൈകൾ അവളുടെ അണിവയറിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. തന്റെ വയറിൽ കുസൃതി കാട്ടുന്ന അവന്റെ കൈകളെ തടയാൻ കൃഷ്ണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ പാടെ തടഞ്ഞുകൊണ്ട് ജോയൽ തന്റെ പെരുവിരൽ അവളുടെ പൊക്കിൾച്ചുഴിയിലേക്ക് അമർത്തിയിറക്കി. ആ ജോ! കൃഷ്ണ കുറുകിക്കൊണ്ട് കാലിന്റെ പെരുവിരൽ നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി. അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ച് താഴ്ത്തിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ നിർത്താതെ ചുംബിച്ചു. വയറിൽ നിന്നും അവന്റെ കൈ ദിശ മാറി സഞ്ചരിക്കുന്നത് അവളൊരു വിറയലോടെ മനസ്സിലാക്കി. ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ ബ്ലൗസിന് മുകളിലൂടെ തന്റെ ഇടതുമാറിനെ തഴുകുന്ന അവന്റെ കൈയുടെ ചലനത്തിൽ അവൾ പിടഞ്ഞു. അടുത്ത നിമിഷം അവന്റെ കൈ അവളുടെ മാറിനെ അമർത്തി ഞെരിച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. അവന്റെ കരവലയത്തിൽ നിന്നും അനങ്ങാൻ കഴിയാതെ അവൾ കുതറി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ജോയൽ തന്റെ അധരങ്ങൾ അവളിൽ നിന്നും വേർപെടുത്തി. ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് കൃഷ്ണ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് ജോയൽ തന്റെ ഇരുകൈകളുമായി അവളെ കോരിയെടുത്ത് റൂം ലക്ഷ്യമാക്കി നടന്നു. റൂമിലേക്ക് കയറി അവൻ കാലുകൊണ്ട് ഡോർ ചേർത്തടച്ച ശേഷം അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവനും അവളുടെ മേലേക്ക് അമർന്നു. തനിക്ക് മേലെ അമരുന്ന ജോയലിന്റെ ദൃഢമായ ശരീരത്തെ അവൾ ഇരുകൈകൾ കൊണ്ടും ചേർത്തണച്ചു. ജോയൽ അവളുടെ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തടിക്കിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. കൃഷ്ണ വികാരത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവന്റെ തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു. കഴുത്തിൽ അറിയുന്ന അവന്റെ ഉമിനീരിന്റെ ഇളം ചൂടിൽ അവിടം പൊള്ളുന്നത് പോലെ തോന്നിപ്പോയി കൃഷ്ണയ്ക്ക്. ചുണ്ടിനൊപ്പം അവന്റെ ദന്തങ്ങളും നാവും അവളുടെ കഴുത്തിൽ സ്ഥാനം പിടിച്ചു. തലയുയർത്തി കൃഷ്ണയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി. അതിനൊപ്പം അവൻ സ്വയം തന്നെ വസ്ത്രങ്ങളും മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമേനിയിലേക്ക് അമർന്നു. കൃഷ്ണ പിടഞ്ഞുകൊണ്ട് അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. അവളുടെ സ്ത്രീയെ വിരലുകളാലും അധരങ്ങളാലും തൊട്ടുണർത്തിക്കൊണ്ട് അവൻ ചെറുനോവ് നൽകി അവളിലേക്ക് അമർന്നു. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കൈകൾ അവനിൽ കൂടുതൽ മുറുകി. നിമിഷങ്ങൾ കടന്നുപോയി. ഇരുവരുടെയും സീൽക്കാര ശബ്ദങ്ങൾ ആ മുറിക്കുള്ളിൽ അലയടിച്ചു. എല്ലാത്തിനുമൊടുവിൽ തന്റെ പ്രണയം മുഴുവൻ അവളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ജോയൽ അവളിൽ നിന്നും അടർന്നു മാറി ബെഡിലേക്ക് കിടന്നു. വേദനിച്ചോ? കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ജോയൽ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് മൂളിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് കയറി കണ്ണുകൾ അടച്ചു കിടന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കണ്ണുകൾ അടച്ചു.